നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. പണിതിട്ടും പണി തീരാത്തൊരു പാക്കേജ്. കുട്ടനാട് പാക്കേജിന്റെ 6ാം ജന്മദിനം കരിദിനമായി ആഘോഷിക്കാൻ കർഷകർ. കേരളത്തിലെ നദികളെ പമ്പ കടത്താൻ തമിഴ്നാട്. പമ്പ അച്ചൻകോവിൽ നദീ സംയോജനത്തിനെതിരെ പാർലമെന്റ് മെമ്പറും ജില്ലാ പഞ്ചായത്ത് അംഗവും ഒരേ സ്വരത്തിൽ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാളെ പുളിങ്കുന്നാറ് വീണ്ടും വഞ്ചിപ്പാട്ടിന്റെ ഓളപ്പാത്തിയിൽ. കാർമേഘമൊഴിയുന്നു. രാജീവ് ഗാന്ധി ജലോത്സവത്തിന് അരങ്ങൊരുങ്ങുന്നു. വാർത്തകൾ വിശദമായി. കുട്ടനാട് പാക്കേജിന്റെ 6ാം വാർഷിക ദിനമായ വ്യാഴാഴ്ച കർഷകർ കരിദിനം ആചരിക്കും. കുട്ടനാട് വികസന സമിതി വ്യാഴാഴ്ച രാവിലെ 10-ന് പാക്കേജിന്റെ ഓരോ പദ്ധതിയുടെ നിർവഹണത്തെക്കുറിച്ച് പ്രതീകാത്മക ജനകീയ വിചാരണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കറുത്ത ബാഡ്ജ് ധരിച്ചായിരിക്കും വിചാരണയിൽ പങ്കെടുക്കുക. ഓരോ പദ്ധതിയുടെയും നിർവഹണത്തിലെ പോരായ്മകളും തിരുത്തലുകളും എഴുതി കർഷകർക്ക് സമർപ്പിക്കാം. ജനകീയ വിചാരണയിൽ ഉണ്ടാകുന്ന ജനകീയ അഭിപ്രായം ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും കുട്ടനാട് പാക്കേജിന്റെ ശില്പിയായ ഡോക്ടർ MS സ്വാമിനാഥനും അയച്ചുകൊടുക്കും. പാക്കേജ് കാലാവധി 10 വർഷത്തിലേക്ക് നീട്ടിത്തരണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഭീമഹർജി സമർപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നാളെ കഴിഞ്ഞ് കർഷകരെ ഒന്നിച്ചുകൂടി ഒരു ചർച്ച നടത്തുകയാണ്. അതുകൊണ്ട് അതൊരു വഞ്ചനയുടെ ദിനമായിട്ട് ആചരിക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം കർഷകർക്ക് നൽകിയ വാഗ്ദാനം അത് പാലിക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെടുകയും പാക്കേജ് എങ്ങും എത്താതെ ദിശ തെറ്റി ചില സ്വാർത്ഥതരമായ ചില പാക്കേജായി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പാക്കേജായി അധപ്പതിച്ചു. ഇപ്പോൾ കർഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഒന്നും ചെയ്യാൻ സാധിക്കാതെ 6 വർഷം പൂർത്തിയാക്കുന്നതുകൊണ്ട് ആ ദിവസം ഒരു വഞ്ചനാ ദിനമായിട്ട് കറുത്ത ബാഡ്ജൊക്കെ ധരിച്ച് കർഷകർ അന്ന് കരിദിനമായിട്ട് ആചരിക്കുകയും അന്ന് രാവിലെ കുട്ടനാട് സമിതി ഓഡിറ്റോറിയത്തിൽ 10 മണി മുതൽ ഞങ്ങളൊരു ജനകീയ വിചാരണയാണ്. ജനകീയ വിചാരണ എന്ന് പറഞ്ഞാൽ ഒരു വിലയിരുത്തലാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റ് നമ്മളിതിനകത്ത് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ടിവിറ്റി കർമ്മപദ്ധതികൾ എടുത്തിട്ട് അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിന്റെ ഗുണഭോക്താക്കളെ ആളുകളാണ് സംസാരിക്കുക. കുട്ടനാട് വികസന സമിതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ തോമസ് പീലിയാനിക്കൽ, ജോസി കുര്യൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീ സംയോജനം കേരളത്തെയും വിശിഷ്യ കുട്ടനാടിനെയും വേമ്പനാടിനെയും എങ്ങനെ ബാധിക്കുമെന്ന വിഷയത്തിൽ MP കൊടിക്കുന്നിൽ സുരേഷ്, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം എന്നിവർ പ്രതികരിക്കുന്നു. 2003-ലും 2005-ലും കേരള നിയമസഭ ഈ പദ്ധതിക്കെതിരെ പ്രതിഷേധ പ്രമേയവും പാസാക്കിയിരുന്നു. കേരള സർക്കാരിന്റെ ജലനയത്തിലും ഈ പദ്ധതി ഒരു കാരണവശാലും നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കുടിവെള്ളം, വൈദ്യുതി ഉൽപാദനം, ജലസേചനം എന്നിവയ്ക്കായി നിരവധി പദ്ധതികളിലൂടെ കരാറടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലേക്ക് കേരളം ധാരാളം ജലം നൽകിക്കൊണ്ടിരുന്നു. 1 നൂറ്റാണ്ട് മുമ്പ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് തമിഴ്നാട് ജലം കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പിന്നീട് ചാലയ്ക്കും പുഴയിലെ പറമ്പിക്കുളം, തുണക്കടവ്, പെരുവാരിക്കുളം, ഭാരതപ്പുഴയിലെ ആളിയാർ, പാലാർ എന്നിവിടങ്ങളിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന പറമ്പിക്കുളം, ആളിയാർ പദ്ധതിയും ഭവാനിപ്പുഴയുടെ കൈവഴിയായ ശിശുവാണിയിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന ശിശുവാണി പദ്ധതിയും നിലവിൽ വന്നു. മുല്ലപ്പെരിയാർ വിഷയം പോലെ മറ്റൊരു അന്തർദേശീയ വിഷയമായി വൈപ്പാർ സംയോജന പദ്ധതിയെയും സ്വന്തമാക്കുന്നതിനായി കേരളത്തിനുമേൽ സമ്മർദ്ദതന്ത്രം ചെലുത്തുകയാണ് തമിഴ്നാട്. ഈ വിഷയത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ പ്രതികരണത്തിലേക്ക്. പമ്പ അച്ചൻകോവിൽ നദികളെയും വൈപ്പാറുമായി ലിങ്ക് ചെയ്യുന്ന ഒരു പുതിയ പ്രപ്പോസൽ വരാൻ പോകുന്നു എന്ന് കേൾക്കുകയാണ്. തമിഴ്നാട് കുറേ നാളുകളായി കേരളത്തിന്റെ വെള്ളം പമ്പയിൽ നിന്നും അച്ചൻകോവിൽ നിന്നുള്ള വെള്ളം തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പമ്പ അച്ചൻകോവിൽ വൈപ്പാർ ലിങ്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പദ്ധതി തമിഴ്നാട് കൊണ്ടുവരുന്നത് ഏതെങ്കിലും കാരണവശാൽ അംഗീകരിക്കപ്പെട്ടാൽ കുട്ടനാട് സർവനാശത്തിലേക്കായിരിക്കും പോകുന്നത്. നമ്മുടെ ഈ നദികളിലുള്ള വെള്ളം പൂർണ്ണമായും തമിഴ്നാട്ടിലേക്ക് ഒഴുകും. കുട്ടനാട് വറ്റി വരളും. ഇവിടുത്തെ കൃഷിയും അതുപോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥയും എല്ലാം തന്നെ നാശത്തിലേക്ക് പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും പമ്പ അച്ചൻകോവിൽ വൈപ്പാർ ലിങ്ക് നമ്മൾ അനുവദിക്കുന്നതല്ല. അത് കേരളത്തോടുള്ള അനീതിയാണ്. മാത്രമല്ല കേരളത്തിന്റെ
അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ കടന്നുകയറ്റം നടത്തുന്നതാണ് തമിഴ്നാട് ഗവൺമെന്റ് ചെയ്യുന്നത്. പാർലമെന്റ് ഇതിനെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ ഞങ്ങൾ ശക്തമായി എതിർത്തു. ഒരു കാരണവശാലും പമ്പ അച്ചൻകോൽ വൈപ്പാർ ലിങ്ക് അനുവദിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇനിയും ഞങ്ങൾ ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട്. നദികളെ ദേശസാൽക്കരിക്കണമെന്ന തമിഴ്നാടിന്റെ വാദത്തെ കേരളം ഗൌരവമായി കാണേണ്ടതുണ്ട്. ഒന്നിലേറെ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന നദികളുടെ സംയോജനമേ ദേശീയ പദ്ധതിയായി പ്രഖ്യാപിക്കാൻ പാടുള്ളൂ. കേരളത്തിൽ തന്നെ ഉത്ഭവിച്ച് കേരളത്തിലൂടെ തന്നെ ഒഴുകി കേരളത്തിൽ തന്നെ അതിർത്തിയിൽ പതിക്കുന്നതുമായ പമ്പയും അച്ചൻകോവിലും തമിഴ്നാടിന് വേണമെന്ന് പറയുന്നതിലെ യുക്തി എന്താണ്? ഇതെങ്ങനെ ദേശീയ നദീ സംയോജന പദ്ധതിയാകും? ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാമിന്റെ അഭിപ്രായത്തിലേക്ക്. പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീ സംയോജന പദ്ധതി നടപ്പിലായാൽ അതിന്റെ ആത്യന്തികമായ ഫലം കുട്ടനാടിന്റെയും വേമ്പനാട്ട് കായലിന്റെയും സർവനാശമായിരിക്കും. ഈ നദീ സംയോജന പദ്ധതിക്ക് വേണ്ടി തമിഴ്നാടുണ്ടാക്കുന്ന വാദം കാലപക്ഷക്കാലത്ത് കുട്ടനാട്ടിലെയും വേമ്പനാട്ട് കായലിലെയും പ്രളയം ഒഴിവാക്കിക്കൊണ്ട് ആ വെള്ളം തമിഴ്നാട്ടിലെ കൃഷിക്ക് ഉപയോഗിക്കുമെന്നുള്ള വളരെ നിരുപദ്രവകരമായിട്ടുള്ള ഒരു വാദമാണ് തമിഴ്നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ കേട്ടാൽ ആ ഒരു വാദം നമുക്ക് യാതൊരു നഷ്ടവും ഉണ്ടാകാതെ തമിഴ്നാട്ടുകാർക്ക് പ്രയോജനം കിട്ടുമെന്ന് നമുക്ക് തോന്നാം. പക്ഷേ വിദഗ്ധർ നടത്തിയിട്ടുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ ഈ വാദത്തിന്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകളെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. സമുദ്രനിരപ്പിന് താഴെ അതിസങ്കീർണമായ പരിസ്ഥിതി വ്യവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന കുട്ടനാടിന്റെ നിലനിൽപ്പ് തന്നെ ജലസമൃദ്ധിയിലാണ്. 5 നദികളിലൂടെ ഒഴുകിയെത്തുന്ന നീരൊഴുക്കാണ് കുട്ടനാടിന്റെ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നത്. കുട്ടനാട്ടിലെ മണ്ണിന്റെ ഘടന പോലും ജലലഭ്യതയുടെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കുട്ടനാടിനെ വർഷക്കാലത്ത് കഴുകി വൃത്തിയാക്കി ഫലഭൂഷ്ടമായിട്ടുള്ള എക്കൽ മണ്ണ് നിറച്ച് മണ്ണിന്റെ പൊളിമാറ്റി പാടശേഖരങ്ങളെ കൃഷിയോഗ്യമാക്കുന്നത് നദികളിലൂടെ കുത്തിയിഴുകി വീഴുന്ന മലവെള്ളമാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞാൽ കുട്ടനാട്ടിലെ മത്സ്യസമ്പത്തിന് വലിയ നാശനഷ്ടമുണ്ടാകുമെന്നും കുട്ടനാടിന്റെ തനിമയായിട്ടുള്ള കരിമീൻ, വരാൽ, ആരകൻ, കാരി ഉൾപ്പെടെയുള്ള നാടൻ മത്സ്യസമ്പത്തുകൾക്ക് വംശനാശമുണ്ടാകുമെന്നും വിദഗ്ധ സമിതികൾ നടത്തിയിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആവാസ വ്യവസ്ഥയിലെ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. ലോക പൈതൃക മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള കുട്ടനാടിന്റെയും വേമ്പനാട്ട് കായലിന്റെയും സർവനാശത്തിൽ ഫലിക്കുന്ന ഈ നദീ സംയോജന പദ്ധതി വേണ്ടെന്ന് വെക്കുവാനും ഇതെല്ലാ കാലത്തേക്കും അവസാനിപ്പിക്കുവാനും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുവാൻ കുട്ടനാട്ടുകാർ ഒന്നിച്ചു നിന്ന് പോരാടേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ സംവ്യാജമായിരിക്കുന്നത്. രാജീവ് ഗാന്ധി ട്രോഫി ജലോത്സവം പൂർവാധികം ഭംഗിയോടെ നടത്തുമെന്ന് ബോട്ട് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ ബോസ്. ഇതോടനുബന്ധിച്ച് നടക്കുന്ന പൊതുയോഗം ബുധനാഴ്ച 3-ന് വടക്കേങ്ങാടി സർവീസ് സഹകരണ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുളിങ്കുന്നിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജീവ് ഗാന്ധി ട്രോഫി 21ാമത് ജലമേളയുടെ നടത്തിപ്പിനെ സംബന്ധിച്ച് വളരെ ഗൌരവമായി ആലോചിക്കുകയും അത് ഗംഭീരമാക്കുന്നതിന് വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ് ഭാരവാഹികളായ ഞങ്ങളെല്ലാവരും. കുട്ടനാടിന് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അവർ കാണുന്ന ജലമേള അത് ഭംഗിയായി നടത്താനുള്ള ബാധ്യത എല്ലാവർക്കുമുണ്ട്. കേവലം ഒരു സാഹചര്യത്തിൽ ഉണ്ടായ വിവാദം അത് എക്കാലവും നീട്ടിക്കൊണ്ടുപോകുന്നത് ഉചിതമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അഭിപ്രായ വ്യത്യാസമുള്ളവർ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകണം എന്നാലോചിക്കുകയും ആ നിലയിൽ പരസ്പരം മുൻധാരണകളില്ലാതെ പോസ്റ്റ്മോർട്ടങ്ങളില്ലാതെ ഇന്നലെ വരെയുള്ള വിഷയങ്ങൾ ചിന്തിക്കാതെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് യോജിച്ചു പോവുക എന്ന ലക്ഷ്യമാണ് ക്ലബ്ബ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഭാഗമായി ക്ലബിന്റെ ജനറൽ ബോഡി യോഗം നാളെ ചേരുകയാണ്. ക്ലബിന്റെ രക്ഷാധികാരിയായ അലക്സ് മാത്യു അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന എന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന വിപുലമായ യോഗമാണ് വിളിച്ചിട്ടുള്ളത്. നാളെ രാജീവ് ഗാന്ധി ട്രോഫി 21ാമത് ജലമേള എന്ന് നടക്കണം എന്ന തീയതി നമ്മൾ തീരുമാനിക്കും. ഈ വർഷത്തെ ജലമേള ഒരു ജനകീയ താൽപര്യം മുൻനിർത്തി ഒറ്റക്കെട്ടായി രാജീവ് ഗാന്ധി ട്രോഫി ജലമേള മുടങ്ങിപ്പോയി എന്ന പേര് മാറ്റിക്കൊണ്ട് 21ാമത് ജലമേള അതിഗംഭീരമായി നടത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ. അത് ഗംഭീരമായി നടക്കും. അതിനുള്ള എല്ലാ ശുഭ സൂചനകളും ഉയർന്നു കഴിഞ്ഞു. SFI സംസ്ഥാന പ്രസിഡന്റ് ഷിജു ഖാൻ നയിക്കുന്ന സംസ്ഥാന ജാഥയ്ക്ക് ആലപ്പുഴയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. അപഹരിക്കപ്പെടുന്ന അക്ഷരം വീണ്ടെടുക്കാൻ മതനിരപേക്ഷ ജനാധിപത്യ ക്യാമ്പസിനായി കൈകോർക്കാം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജാഥ സംഘടിപ്പിച്ചത്. ചേർത്തല പോളിടെക്നിക്കിൽ നിന്നും ജാഥ ആരംഭിച്ചു. തുടർന്ന് ചേർത്തല SN കോളേജിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് D. പ്രിയേഷ് കുമാർ ജാഥ ക്യാപ്റ്റന് ഉപഹാരം നൽകി.
SFI മാരാരിക്കുളം ഏരിയ പ്രസിഡന്റ് ബിനീഷ് വിജയൻ അധ്യക്ഷനായി. കെ സബീഷ്, ധന്യ വിജയൻ, ചിന്ത ബാലമുരളി, ആർ രാഹുൽ, ആർ നാസർ തുടങ്ങിയവർ സംസാരിച്ചു. മതനിരപേക്ഷ ജനാധിപത്യ ക്യാമ്പസിനായി കൈകോർക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കേരളത്തിലെ ക്യാമ്പസുകളിലേക്കും ഗ്രാമാന്തരങ്ങളിലേക്കും നഗരഹൃദയങ്ങളിലേക്കും വിദ്യാർത്ഥികളും ബഹുജനങ്ങളുമായി സംവദിക്കുന്ന ജാഥാ പര്യടന പരിപാടി SFI സംഘടിപ്പിച്ചിട്ടുള്ളത്. വിമോചനത്തിനായുള്ള സാംസ്കാരിക പ്രവർത്തനം എന്നാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രചുര പ്രചാരം നേടിയ ഒരു നിർവചനം ലോക പ്രശസ്ത വിദ്യാഭ്യാസ ചിന്തകൻ പൗലോ ഫ്രയർ ആണ് വിദ്യാഭ്യാസത്തെ ഇപ്രകാരം നിർവചിച്ചിട്ടുള്ളത്. തുടർന്ന് ആലപ്പുഴ SD കോളേജ് അങ്കണത്തിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. CPM തലവടി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലവടി പഞ്ചായത്ത് പടിക്കൽ ഉപരോധ സമരം നടത്തി. അംഗവൈകല്യമുള്ളവർക്ക് സ്കൂട്ടർ വിതരണം ചെയ്യുവാനായി തയ്യാറാക്കിയ പട്ടികയിൽ തിരിമറി നടന്നെന്നാരോപിച്ചായിരുന്നു CPM നേതൃത്വത്തിൽ സമരം നടന്നത്. തകഴി ഏരിയ സെക്രട്ടറി K പ്രകാശ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. KC കുഞ്ഞുമോൻ അധ്യക്ഷനായിരുന്നു. ലാലി അലക്സ്, ജോജി എബ്രഹാം, CK ബോധാനന്ദൻ, ജോസ് തോമസ് എന്നിവർ സംസാരിച്ചു. പള്ളാത്തുരുത്ത് ബോട്ട് ക്ലബ് മഹാദേവൻ ചുണ്ടനിൽ ട്രയൽ തുഴച്ചിൽ ആരംഭിച്ചു. ട്രയൽ തുഴച്ചിൽ ഫ്ളാഗ് ഓഫ് ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ മേഴ്സി ഡയാനോ മേസഡോ നിർവഹിച്ചു. കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവര് വെള്ളവും അതുപോലെ തന്നെ കൃഷിയുമായിട്ട് യോജിച്ച് ജീവിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ. ആ അവസരത്തിലാണല്ലോ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിടെ വരികയും വള്ളത്തിൽ ചാടി കയറുകയും ചെയ്തൊക്കെ ആരെ കണ്ടുകൊണ്ടാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇന്ന് അതിന്റെ അവസ്ഥയൊക്കെ മാറിയിരിക്കുകയാണ്. സാമ്പത്തികമായ ആളുകളെ കൂലിക്കെടുത്തുകൊണ്ട് മത്സരിച്ച് വിജയം വരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാനുള്ളത്. നേരെ മറിച്ച് ഇതിന്റെ യഥാസ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കർഷകരുടെയും കുട്ടനാട്ടുകാരുടെയും കായിക ശേഷിയാണ് ഇതിലൂടെ നമുക്ക് കാണാനായിട്ട് ആഹ്ലാദിക്കാനായിട്ടും നമുക്ക് അനേകം ടൂറിസ്റ്റുകള് വിദേശത്ത് നിന്നും വന്നെത്തിയിരിക്കുകയാണ്. ഇപ്പോഴ് വരാൻ തുടങ്ങും. അതുപോലെ തന്നെ ഞങ്ങളെ പോലെയുള്ള കരയിലെ ജീവിക്കുന്ന ആളുകൾ ഞങ്ങൾ എല്ലാ വർഷവും ഈ നെഹ്റു ട്രോഫി വള്ളംകളി കാണാനാണ് ഈ പ്രദേശത്ത് വരാറുള്ളത്. വളരെ ആഹ്ലാദകരമായിട്ടാണ്. ഞായറാഴ്ച നടന്ന ചടങ്ങിൽ നിരവധി കായിക താരങ്ങളും വള്ളംകളി പ്രേമികളുമാണ് പങ്കെടുത്തത്. മുൻ MLA KK ഷാജു അധ്യക്ഷനായിരുന്നു. PK രാജു, P പത്മനാഭൻ, ജമാൽ പള്ളാത്തുരുത്തി, R ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബ ബഡ്ജറ്റുകളെ തകിടം മറിച്ചുകൊണ്ട് സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നു. ഒരാഴ്ചക്കിടെ വിവിധ ഇനം പച്ചക്കറികൾക്ക് 10 മുതൽ 30 രൂപ വരെയാണ് കൂടിയത്. വില നിയന്ത്രിക്കുവാനുള്ള സർക്കാർ സംവിധാനങ്ങളെല്ലാം പരാജയപ്പെട്ടതോടെ വീണ്ടും വില ഉയരാനാണ് സാധ്യത. ഡീസൽ വില വർധനവിനെ തുടർന്ന് വണ്ടി വാടക വർദ്ധിച്ചതും ചെക്ക് പോസ്റ്റുകളിൽ ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതിക തടസ്സവും വില കുതിച്ചുയരുവാൻ കാരണമായതായി പച്ചക്കറി വ്യാപാരികൾ പറയുന്നു. വില പിടിച്ചു നിർത്താനാവാതെ സർക്കാർ സംവിധാനങ്ങൾ നോക്കുകുത്തിയാകുമ്പോൾ സാധാരണക്കാരന്റെ കീശ കീറുന്ന നടപടിയിലേക്കാണ് ചെല്ലുന്നത്. കഴിഞ്ഞിടെ ഏറ്റവും അധികം വിലവർധനവുണ്ടായ തക്കാളിക്കാണ്. 1 കിലോയ്ക്ക് 40 രൂപ ഉണ്ടായിരുന്ന തക്കാളിക്ക് 70 രൂപയായി. പച്ചമുളകിന് 40 രൂപയിൽ നിന്ന് 65 രൂപയായി. വഴുതന, ഉള്ളി, ക്യാരറ്റ്, വള്ളിപ്പയർ, ബീൻസ്, ക്യാബേജ് തുടങ്ങിയവയ്ക്ക് 10 മുതൽ 15 രൂപ വരെ ഉയർന്നിട്ടുണ്ട്. ഇഞ്ചി വില 120 രൂപയിൽ നിന്ന് 140 രൂപയായും സവാള 30-ൽ നിന്ന് 38-ലേക്കും കുതിച്ചു. കേരളത്തിൽ നിന്നുള്ള പച്ചക്കറികളൊന്നും മാർക്കറ്റിലെത്തുന്നില്ല. മറിച്ച് തമിഴ്നാട്ടിലെ ഓട്ടൻചത്രം, ഊട്ടി, കർണാടകത്തിലെ ഹോസൂർ എന്നിവിടങ്ങളിലെ പച്ചക്കറി മാർക്കറ്റുകളിൽ നിന്നാണ് സംസ്ഥാനത്തേക്ക് കൂടുതലും പച്ചക്കറി എത്തുന്നത്. ഡീസൽ വില വർധനവിനെ തുടർന്ന് ചരക്ക് വണ്ടിയുടെ വാടക ചാക്കൊന്നിന് 10 രൂപ മുതൽ 20 രൂപ വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് പച്ചക്കറി ഉൽപാദനത്തിൽ കുറവ് വന്നതും പച്ചക്കറി വില ഉയരുവാൻ കാരണമായി. ഭാരതീയ മസ്ദൂർ സംഘം BMS കാവാലം പുളിങ്കുന്ന് കമ്മിറ്റികളുടെ സ്ഥാപക ദിനാഘോഷവും പൊതുസമ്മേളനവും ബുധനാഴ്ച നടക്കും. കാവാലത്ത് 10:30 നടക്കുന്ന യോഗം BMS ആലപ്പുഴ ജില്ലാ സെക്രട്ടറി B രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകളിലേക്ക്. കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാമ്പഴക്കരിയിലെ ലേല ഹാളിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി. ധർണാ സമരം അഡ്വക്കേറ്റ് ജോയ്ക്കുട്ടി ജോസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട്ടിലെ കൃഷിക്കാർക്ക് വെട്ടിയും പതിയും സൗജന്യമായി കൊടുക്കും. രണ്ടാം കൃഷിക്ക് പുഞ്ചകൃഷിക്കും ചെയ്യാൻ കഴിയുന്ന നിലയിൽ പാടശേഖരങ്ങളിൽ നല്ല ബണ്ടുണ്ടാവും എന്തെല്ലാം പ്രഖ്യാപനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആർക്ക് കൊടുത്തു വെട്ടിയും പറയും, കൊടുത്തോ വെട്ടിയും പറയും ഉപയോഗിക്കാൻ കൊള്ളുമോ? ആ പാടത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ച് വില കൊടുത്തോ? ഇതെല്ലാം തട്ടിപ്പിന്റെ സംഘമായി മാറിയിരിക്കുന്നു. ഇവിടെ കുട്ടനാട് പാക്കേജ് മേലെ കൃഷി ചെയ്ത സ്ഥലങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എവിടെയൊക്കെ റാണി ഉൾപ്പെടെയുള്ള പാടങ്ങളിൽ കയലുകളിൽ ബണ്ട് മേലെ വെടുത്തിയിട്ടുണ്ടോ അത് മുഴുവൻ മടവിനിരിക്കുന്നു. ഈ പാക്കേജ് എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ കേന്ദ്രമാക്കി പറ്റിയിരിക്കുന്നു. ഇതിനകത്ത് രാഷ്ട്രീയമായ വാദപ്രതിവാദമല്ല. ഉദ്യോഗസ്ഥവൃന്ദവും ഇവിടുത്തെ ഉദ്യോഗസ്ഥവൃന്ദവും മാഫിയ സംഘവും ചേർന്ന് നടത്തുന്ന ജനങ്ങളെ വെട്ടിക്കുന്ന വഞ്ചിക്കുന്ന ഈ കള്ളക്കളിക്കുന്ന പ്രക്ഷോഭം ആവശ്യമാണ്. നാളെ ഈ കുട്ടനാടില്ലാതാവാൻ പോകുന്നത് നിങ്ങൾക്കറിയുമായിരിക്കും. ബൈപ്പാർ നദീജല സംയോജന പദ്ധതി പ്രകാരം ഈ നാട്ടിലേക്ക് ഒഴുകുന്ന വെള്ളം പമ്പയാറ്, മീനച്ചിലാറ്, അച്ചൻകോവിലാറ് അത് ബൈപ്പാറുമായി ബന്ധപ്പെടുത്തി തമിഴ്നാട്ടിലേക്ക് ഒഴുകാൻ പോകുന്നു. അഡ്വക്കേറ്റ് മുട്ടാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. കെ ഗോപിനാഥൻ, മോഹനൻ, NK വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. പമ്പിംഗ് ചെലവ് പൂർണ്ണമായി ഗവൺമെന്റ് വഹിക്കുക, പമ്പ അച്ചൻകോവിൽ വൈപ്പാർ നദീ സംയോജന പദ്ധതി ഉപേക്ഷിക്കുക, കുട്ടനാട് പാക്കേജ് ഫലപ്രദമായി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. തലവടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ നേടിയ കുട്ടികളെ ആദരിക്കലും പുതുതായി നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനവും നടന്നു. 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളായ ആർദ്ര സന്തോഷ്, പൗർണമി, വിസ്മയ എന്നിവരെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U പ്രതിഭാഹരി അനുമോദിച്ചു. ഞാനൊക്കെ ഏകദേശം 92-93 കാലഘട്ടത്തിൽ SSLC പഠിച്ചിറങ്ങിയ ആളാണ്. ഒത്തിരി പഴകിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ കാലഘട്ടത്തിൽ പോലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കുട്ടികളുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ എടുത്താലും 1000-700 കുട്ടികളുണ്ട് അവിടെ. ഞങ്ങൾ വലിയ ക്യാമ്പയിൻ ചെയ്യാറുണ്ട്, വലിയ പ്രചരണമാണ് സർക്കാർ സ്കൂളിന് വേണ്ടി.
കാരണം അത് നമ്മളുടെ ജോലിയാണ്. നമ്മളെല്ലാവരും ഇതുപോലുള്ള സ്കൂളുകളിൽ പഠിച്ചിറങ്ങി നാളെ ജോലി കിട്ടി കല്യാണം കഴിച്ചൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് പിള്ളേരുണ്ടാവും. നമുക്ക് തീരെ ഒരു പുച്ഛമാണ് ഈ സ്കൂളുകളോട്. ഈ സ്കൂൾ അത്ര പോരാന്ന് നമുക്ക് തോന്നും. നമ്മുടെ കൊച്ചു പഠിക്കുന്ന രാവിലെ ടൈമിൽ തന്നെ അവൻ പോകണം എന്നൊരു ചിന്തയാണ്. നിങ്ങൾ ആ ചിന്തയുള്ളവരായിരിക്കരുത് കേട്ടോ. എനിക്ക് നിങ്ങളോട് അതാ പറയാനുള്ളത്. ഇവിടെ ഇറങ്ങി പോകുന്ന കുഞ്ഞുങ്ങൾ നാളെ ജീവിതത്തിൽ വിവിധ നിലകളിൽ നല്ല നിലയിലേക്ക് വരേണ്ടവരാണ്. PHSCക്കാരുണ്ട്, അവര് അവരുടെ മേഖലയിൽ വരണം. അതുപോലെ ഇവിടുന്ന് SSLC കഴിഞ്ഞ് പോയിരിക്കും. ഇപ്പൊ തന്നെ ഇവിടെ അറിയാം മുഴുവൻ ഇന്ത്യക്കാരായ ഉദ്യോഗസ്ഥന്മാരെയാണ് IAS-കാര്. അവർക്ക് വേണ്ടി മലയാളികൾ എല്ലാവരും മലക്കം പറയുന്ന ഒരു കാഴ്ചയാണ്. എല്ലാവരും ഇംഗ്ലീഷ് ആവണം. ഈ അടുത്ത കാലത്ത് സഹി കെട്ടിട്ട് ഉത്തരേന്ത്യക്കാരുടെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ദയവായി നിങ്ങളൊന്ന് മലയാളത്തിൽ പറയാം, എല്ലാവരും മലയാളികളല്ലേ എന്ന് പറയുന്ന ഒരു നാടാണ് നമ്മളുടെ കേരളം. നിങ്ങൾ ആലോചിച്ച് നോക്കാം. സ്കൂളിൽ പണി കഴിപ്പിച്ച പുതിയ പാചകപ്പുരയുടെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം നിർവഹിച്ചു. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഷമ സുധാകരൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് PN രാജിക്കുട്ടി, സുഭദ്രാദേവി, ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സർവകലാശാലയുടെ അംഗീകാരത്തോടെ മുഹമ്മ കാർമൽ കോളേജ് ഈ വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCA തുടങ്ങിയ കോഴ്സുകളാണ് ആരംഭിക്കുക. അപേക്ഷാ ഫോറം വിതരണം ആരംഭിച്ചു. വ്യാഴാഴ്ച റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. തുടർന്ന് വെള്ളിയാഴ്ച ഇന്റർവ്യൂ നടത്തി 30 ക്ലാസുകൾ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കോളേജ് ആരംഭിച്ചു. കേരള യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അഫിലിയേഷനാണ് നമ്മൾ ആരംഭിക്കുന്ന 3 കോഴ്സുകളാണ്. അത് കൊമേഴ്സ്, ഒന്നാമത് കൊമേഴ്സ് വിത്ത് ടാക്സ് പ്രൊസീജിയർ ആൻഡ് പ്രാക്ടീസ് BCom, രണ്ടാമത്തെ BCom വിത്ത് ഫൈനാൻസ് ആൻഡ് ടാക്സ്, BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഇത് 2 സംഗതികളാണ് കൊമേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. മറ്റൊന്നത് കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റഡ് BCA, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. നമുക്ക് ഇതിനോടകത്ത് അഫിലിയേഷൻ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ അഡ്മിഷനും ആരംഭിച്ചു. അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോംസ് ഈ ദിവസങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ട്. 24/7 കിട്ടുന്ന വാർത്താ സമ്മേളനത്തിൽ ഫാദർ വർഗീസ് കോട്ടൂർ, ഫാദർ ജിമ്മി മൂലയിൽ, ജേക്കബ് മഠത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കിളിമല SH-ൽ പുതുതായി നിർമ്മിക്കപ്പെട്ട ലാബ് ഡിജിറ്റൽ ലൈബ്രറി സോണിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച 2:30 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതുതായി നിർമ്മിച്ച സോണിന്റെ വെഞ്ചരിപ്പ് കർമ്മം മാർ ജോസഫ് പെരുന്തോട്ടം മെത്രാപ്പോലിത്ത നിർവഹിക്കും. പുതുതായി നിർമ്മിച്ച ബ്ലോക്കിൽ അതിനൂതനമായ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏത് വിഷയത്തിലും കൂടുതൽ വിജ്ഞാനം ആർജിക്കുവാൻ സാധ്യമാകത്തക്ക വിധത്തിൽ വായനയ്ക്കും റഫറൻസിനുമായി ഇന്റർനെറ്റ് സംവിധാനത്തോടു കൂടിയ ശീതീകരിച്ച ഡിജിറ്റൽ ലൈബ്രറിയാണ് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സമ്മേളനവും അഭിനന്ദ പിതാവിനും ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ആധുനികമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും, നൂതനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഓർത്തിണക്കിയിരിക്കുകയാണ്. ഒരു ലൈബ്രറി, ഡിജിറ്റൽ ലൈബ്രറിയാണ്. അത് ഫുള്ളി എയർ കണ്ടീഷൻഡ് ലൈബ്രറി, വിത്ത് ഇന്റർനെറ്റ് ഫെസിലിറ്റി, അതുപോലെ തന്നെ എയർ കണ്ടീഷൻഡ് ലാംഗ്വേജ് ലാബ്, പിന്നീട് ഫിസിക്സ് ലാബ്, മാത്തമാറ്റിക്സ് ലാബ്. ഈ ഒരു 4 കാര്യങ്ങളാണ് നമ്മളവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അഭിനന്ദ പിതാക്കന്മാരെ എല്ലാം നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ അന്നേ ദിവസം ബഹുമാനപ്പെട്ട വികാരി ജനറൽമാരായ ബഹുമാനപ്പെട്ട പാലക്കലച്ചൻ, മുണ്ടകത്തലച്ചൻ, പഴയ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട മാത്യു താനീത്തച്ചൻ എന്നിവരെല്ലാം പങ്കെടുക്കുന്നതാണ്. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കുട്ടികൾക്ക് ഒന്ന് തുടങ്ങി 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കെല്ലാം നല്ല രീതിയിൽ തന്നെ പുസ്തകങ്ങൾ കൊടുക്കാനായിട്ടുള്ള ക്രമീകരണവും റഫറൻസിനുള്ള പ്രത്യേക സൗകര്യവും എല്ലാം നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഫാദർ തോമസ് പറത്താനം, ഫാദർ ജോർജ് വെള്ളാനിക്കൽ, ആന്റണി വർഗീസ്, ജൂബി ജോസഫ്, TJ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ചരമവാർത്തകൾ. പെരിങ്ങര തോപ്പിൽ മണപ്പറമ്പിൽ N ഗോപാലൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കടപ്ര മാന്നാർ പടിഞ്ഞാറേക്കുറ്റ് രാജി ജോസഫ് 29 വയസ്സ് നിര്യാതയായി. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പണിതിട്ടും പണി തീരാത്തൊരു പാക്കേജ്. കുട്ടനാട് പാക്കേജിന്റെ 6ാം ജന്മദിനം കരിദിനമായി ആഘോഷിക്കാൻ കർഷകർ. കേരളത്തിലെ നദികളെ പമ്പ കടത്താൻ തമിഴ്നാട്. പമ്പ അച്ചൻകോവിൽ നദീ സംയോജനത്തിനെതിരെ പാർലമെന്റ് മെമ്പറും ജില്ലാ പഞ്ചായത്ത് അംഗവും ഒരേ സ്വരത്തിൽ.
കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചുപെണ്ണെ കുയിലാളെ പുളിങ്കുന്നാറ് വീണ്ടും വഞ്ചിപ്പാട്ടിന്റെ ഓളപ്പാത്തിയിൽ കാർമേഘമൊഴിയുന്നു. രാജീവ് ഗാന്ധി ജലോത്സവത്തിന് അരങ്ങൊരുങ്ങുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.